നമുക്ക് അടുത്ത ഘാട്ടിലേക്ക് പോവാം. നേരെ അസി ഘാട്ടിലേക്കാണ് യാത്ര തുടരുന്നത്. വൈകുന്നേരത്തെ കാഴ്ചയാണിത്. ബോട്ടുകൾ തുടങ്ങിയിരിക്കുകയാണ്. യാത്രകളും പരിപാടിയായിട്ട് ഈ കാഴ്ച ലൈവ് ഫ്രോം പ്രഭു ഘാട്ട്. പ്രഭു ഘാട്ടും ഇതേപോലെ തന്നെ പേര് പോലെ തന്നെ കൊട്ടാരം തന്നെയാണ്. വിവിധ തരം കൊട്ടാരങ്ങളാണ് ഇവിടെയുള്ളത്. പ്രഭു ഘാട്ടിന് ശേഷം അടുത്ത ഘാട്ട് എത്തിയിരിക്കുകയാണ്. പഞ്ചകോട്ട് ഘാട്ട് ആണ്. ഇവിടെയും റിസോർട്ടുകൾ പണിതിരിക്കുകയാണ്. പണ്ടത്തെ എല്ലാ ഹെറിറ്റേജ് സംഭവവും ഇപ്പോൾ കഴിയുന്നത്ര റിസോർട്ടും മറ്റു കാര്യങ്ങളാണ്. പക്ഷെ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ധ്യാനം, മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നടന്ന് വളരെ അടുത്ത് തന്നെ അടുത്ത ഘാട്ടെത്തി. നിഷാദരാജ് ഘാട്ട്, നിഷാദ് രാജ് ഘാട്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ജെയിൻ ഘാട്ട്. നിഷാദ് രാജ് ഘാട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ജെയിൻ ഘാട്ട് ഉള്ളത്. ബോട്ടുകളുടെ നിരത്തിയിട്ടിരിക്കുന്ന ഭംഗിയൊക്കെ അടുത്ത ഘാട്ട് നല്ല മനോഹര കാഴ്ചയാണ്. വജരാജ ഘാട്ട്. ഇത് മാ അനന്തമയി ഘാട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് നൂഡിൽസൊക്കെ കിട്ടും. അവിടെ നിന്ന് കഴിക്കാം. മുമ്പിൽ ബോട്ടുകളുടെ ഒരു കാഴ്ചയാണ്. നമ്മൾ കുറച്ചും കൂടി പോയാൽ നമുക്ക് അസി ഘാട്ട് എത്താറായി. അവിടെ നിന്ന് കാണുന്ന ആ ഘാട്ടാണ് അസി ഘാട്ട്. അസി ഘാട്ടിൻ്റെ കാഴ്ച കണ്ട ഒരു അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് അതാണ് അസി ഘാട്ട്. ഇവിടെ നിന്ന് കുറച്ചേ പോകാനുള്ളൂ. അതാ അനന്തമയി ഘാട്ട്, അവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇനി നേരെ അസി ഘാട്ടിലേക്കുള്ള പോവാണ്. എത്ര ബോട്ടുകൾ നോക്കി. ഇന്ന് നേരെ ഞാൻ എത്തിയിരിക്കുന്നത് ജാനകി ഘാട്ടിലാണ്. മനോഹരമായ കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. ജാനകി ഘാട്ട്. അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം അവസാനിക്കാറായി. ഇനി നേരെ അസി ഘാട്ടിലും കൂടി എത്തിക്കഴിഞ്ഞാൽ യാത്ര കഴിഞ്ഞ് പിന്നെ അവിടെ നമുക്ക് ആരത്തി കാണാം. അതിനുശേഷം നേരെ തിരിച്ച് ദശാശ്വമേധ് ഘാട്ടിലേക്കും പിന്നെ വേണമെങ്കിൽ മണിക ഘാട്ടിലേക്കും ഒന്ന് പോയി നോക്കാം. ഈ ഘാട്ടിൻ്റെ അടുത്തുള്ളതാണ് ബദാനി ഘാട്ട്. പണിയൊക്കെ നടക്കുന്നുണ്ട്. ഘാട്ടിൻ്റെ റെനോവേഷൻ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നേരെ അസി ഘാട്ടിലേക്ക് നടന്ന് ചെല്ലുകയാണ്. ഘാട്ട്സിൻ്റെ പണിയൊക്കെ നടക്കുക. വാട്ടറിൻ്റെ പണി അങ്ങനത്തെ ഒരുപാട് ജോലി നടക്കുകയാണ്. ഇതാണ് അസി ഘാട്ടിൻ്റെ കാഴ്ചകൾ. തുളസി ഘാട്ടാണിത്. അസി ഘാട്ടിൻ്റെ അടുത്തുള്ള ഘാട്ടാണ് തുളസി ഘാട്ട്. അവിടെയാണ് പാട്ടും കച്ചേരിയൊക്കെ ആയിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ഉള്ളത്. നമുക്ക് അസി ഘാട്ട് പോയിട്ട് തിരിച്ചു വരാം. ഘാട്ടിനെ കുറിച്ചുള്ള കാര്യമാണ്. ഇത് പേര് പോലെ തന്നെ ഗോസ്വാമി തുളസിദാസ് ആണ് ഉണ്ടാക്കിയത്. രാമചരിത്രമാനസ് ബിറ്റ്വീൻ ദ late 16th and early 17th century. വലിയൊരു കൊട്ടാരാണ്. രേവാ കോട്ടി എന്നാണ്.
ഓ എന്താണല്ലേ അസി ഘാട്ട്. അവസാനം നമ്മൾ അസി ഘാട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ആരത്തി ഒന്നും തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ 5 മണിയായിട്ടില്ല. പ്രധാനപ്പെട്ട ഘാട്ട്സിൻ്റെ ഒരു ചരിത്ര വിവരണമാണ് ഇവിടെയുള്ളത്. ഹിന്ദിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. നമ്മൾ തുടക്കത്തിൽ രവിദാസ് ഘാട്ട്, പിന്നെ അസി ഘാട്ട്, പിന്നെ ഗംഗാ മഹൽ ഘാട്ട്, റിവാ ഘാട്ട്, തുളസി ഘാട്ട്, നന്ദനി ഘാട്ട്, അങ്ങനെ ഒരുപാട് ഘാട്ട്സ്. ഏറ്റവും അവസാനം മാൻമഹൽ ഘാട്ടല്ല, ഇനിയുണ്ട്. ഇതാണ് ഘാട്ട്സിനെ കുറിച്ച ചരിത്രം. ഘാട്ട് അവസാനത്തെ രാജ്ഘാട്ടിന് ഇപ്പുറത്തൊരു ഘാട്ട് കൂടിയുണ്ട്, ആദികേശവ് ഘാട്ട്. നമ്മൾ ഇന്നലെ രാജ്ഘാട്ട് വരെയാണ് പോയത്, ആദികേശവ് ഘാട്ട് പോയിട്ടില്ല, എത്രയോ ദൂരം. ഇതാണ് ഘാട്ട്സിൻ്റെ അസി ഘാട്ട്. ഇവിടുന്ന് ഒരു ചാട്ട് കഴിക്കുകയാണ്, ആലു ടക്കി ചാട്ട് എന്നാണ്. മധുരവും ദഹിയും ഒക്കെ ആഡ് ചെയ്തിട്ട് ആലുവിൻ്റെ ഇതും ആലു ടക്കി ചാട്ട്.